എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് ഇയർ എക്സാമിനേഷൻ റിസൾട്ട് ഇന്ന് 3 മണിക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും നിങ്ങളുടെ റിസൾട്ട് പരിശോധിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ റിസൾട്ട് പരിശോധിച്ചിട്ടില്ല എങ്കിൽ results.hc.kerala.gov.in എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു +1ൻ്റെ റിസൾട്ട് വന്ന ശേഷം നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കായിട്ടുള്ള അപേക്ഷകൾ ഇന്ന് മുതൽ എന്ന് പറയുമ്പോൾ നാളെ മുതൽ, കാരണം ഇന്ന് മുതൽ എന്ന് പറയുമ്പോൾ ഈ ഒരു സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സമയം രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നാളെ മുതൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂൺ 10-ാം തീയതി വരെ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ റീവാലുവേഷനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത് നിങ്ങൾ സ്കൂളിലാണ്. നിങ്ങൾക്ക് സ്കൂളിൽ നിന്നൊരു ഫോം കിട്ടും. ഫോം വാങ്ങി ഫില്ല് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. റീവാലുവേഷന് 500 രൂപയാണ് ഫീസ്. സ്ക്രൂട്ടിനിക്ക് ആണെങ്കിൽ 100 രൂപയാണ്. ഫോട്ടോ കോപ്പിക്ക് 300 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂൺ 10-ാം തീയതി വരെയാണ് ഈ ഒരു റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാൻ പറ്റുക. അതായത് നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കാവുന്നതാണ്. ഇനി റീവാലുവേഷൻ അപേക്ഷിച്ചാലുള്ള, അതായത് എന്താണ് റീവാലുവേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. അതിന് മുമ്പായിട്ട് റീവാലുവേഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ആർക്കൊക്കെ റീഫണ്ട് കിട്ടുമെന്നുള്ള കാര്യം പറയാം. അപ്പോൾ റീവാലുവേഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷന് മുമ്പ് നിങ്ങൾക്കിപ്പോൾ ഇംഗ്ലീഷ് എടുക്കാം. ഇംഗ്ലീഷ് 80-ലാണ്. അപ്പോൾ 80-ൽ നിങ്ങൾക്ക് റീവാലുവേഷന് മുമ്പ് കിട്ടിയത് ഒരു 30 മാർക്കാണെന്ന് വിചാരിക്കാം. അപ്പോൾ റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയാലാണ് ഈ ഒരു റീഫണ്ട് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 80 മാർക്കിൻ്റെ 10% ആണ്. 80 മാർക്കിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 8 മാർക്കാണ്. അപ്പോൾ ഈ ഒരു 8 മാർക്കെങ്കിലും 8 മാർക്കോ അതിൽ കൂടുതലോ കൂടിയിട്ടുണ്ടായിരിക്കണം. അങ്ങനെയെങ്കിലാണ് നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുക. അപ്പോൾ 30 മാർക്കാണ് റീവാലുവേഷന് മുമ്പെങ്കിൽ നിങ്ങൾക്കൊരു 38 അല്ലെങ്കിൽ 39 40 ഈ ഒരു രീതിയിൽ 30 മാർക്കിനേക്കാൾ 8 മാർക്കോ അതിൽ കൂടുതലോ മാർക്ക് നിങ്ങൾക്ക് കൂടിയിട്ടുണ്ടായിരിക്കണം. ഇനിയിപ്പോൾ 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ 60 മാർക്കാകുമ്പോൾ നമുക്ക് കെമിസ്ട്രി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് 60 മാർക്കിൽ ഏത് സബ്ജക്റ്റാണോ ആ സബ്ജക്റ്റിൻ്റെ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. അപ്പോൾ 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് റീവാലുവേഷന് മുമ്പ് കിട്ടിയത് 20 മാർക്കാണെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീവാലുവേഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ 60-ൻ്റെ 10% എന്ന് പറയുമ്പോൾ 6 മാർക്കാണ്. അപ്പോൾ ആ 6 മാർക്ക് 20-നോട് 6 മാർക്ക് കൂടുതൽ ഉണ്ടായിരിക്കണം. റീവാലുവേഷന് മുമ്പുള്ളതിനേക്കാൾ ഈ ഒരു 20 മാർക്കാണ് റീവാലുവേഷന് മുമ്പെങ്കിൽ റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് 26 അതിൽ കൂടുതലോ മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ നൽകിയിട്ടുള്ള 500 രൂപ റീഫണ്ടായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഏത് സബ്ജക്റ്റിനാണോ 10% മാർക്ക് കൂടിയത് ആ ഒരു പൈസ നിങ്ങൾക്ക് റീഫണ്ടായിട്ട് കിട്ടും. അപ്പോൾ എന്താണ് ഈ ഒരു റീഫണ്ടിനായിട്ടുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ റീവാലുവേഷന് മുമ്പുള്ളതിനേക്കാൾ 8 മാർക്കോ അതിൽ കൂടുതലോ കിട്ടിയിട്ടുണ്ടായിരിക്കണം. 80 മാർക്കിൻ്റെ പറഞ്ഞു. അപ്പോൾ അതുപോലെ 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ റീവാലുവേഷന് മുമ്പുള്ളതിനേക്കാൾ ഈ ഒരു 6 മാർക്ക് എക്സ്ട്രാ കൂടിയിരിക്കണം. 6 മാർക്കോ അതിൽ കൂടുതലോ കൂടിയിട്ടുണ്ടായിരിക്കണം. അങ്ങനെയെങ്കിലാണ് നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുക. ഇനി എന്താണ് റീവാലുവേഷൻ എന്ന് പറയാം. റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ഷീറ്റ്, നിങ്ങൾ ഏത് സബ്ജക്റ്റിൻ്റെ ഏതാണോ റീവാലുവേഷനായിട്ട് കൊടുക്കുന്നത്, അപ്പോൾ ആ ഒരു സബ്ജക്റ്റിൻ്റെ ആ ഒരു ആൻസർ ഷീറ്റ് ഒന്നുകൂടി ടീച്ചേഴ്സ് ചെക്ക് ചെയ്യും. അതായത് വാല്യുവേഷൻ ഒന്നുകൂടി ചെയ്യും. അതാണ് റീവാലുവേഷൻ. അതുപോലെ തന്നെ സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇട്ടിട്ടുള്ള മാർക്ക് എവിടെയെങ്കിലും കൂട്ടിയത് തെറ്റിപ്പോയിട്ടുണ്ടോ എന്നുള്ളത് മാത്രം നോക്കുന്നതാണ് സ്ക്രൂട്ടിനി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് സബ്ജക്റ്റിൻ്റെ ഫോട്ടോ കോപ്പിക്കാണോ നിങ്ങൾ അപേക്ഷിക്കുന്നത് ആ ഒരു സബ്ജക്റ്റിൻ്റെ ഫോട്ടോ കോപ്പി അതായത് ആ ഒരു പരീക്ഷ അതായത് ആൻസർ ഷീറ്റിൻ്റെ നിങ്ങൾ എഴുതിയിട്ടുള്ള ആൻസർ ഷീറ്റിൻ്റെ കോപ്പി നിങ്ങൾക്ക് അത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നിങ്ങൾക്ക് തപാൽ മുഖേനയോ അതല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂൾ മുഖേനയോ നിങ്ങൾക്ക് അയച്ചു തരും. അതാണ് ഫോട്ടോ കോപ്പി എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതിന് റീവാലുവേഷനായിട്ടും സ്ക്രൂട്ടിനിക്കായിട്ടും ഫോട്ടോ കോപ്പിക്കായിട്ടും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫോമാണുള്ളത്. അത് നിങ്ങൾ സ്കൂളിൽ നിന്ന് വാങ്ങിക്കുക. അപ്പോൾ സ്കൂളിൽ നിന്ന് അതിൻ്റെ പ്രിൻറ്റ് കിട്ടും. അത് വാങ്ങി ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയുടെ ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാമെന്നുള്ളത് ഈ ഒരു ചാനലിൽ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സർക്കുലർ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജൂൺ 10-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. നിങ്ങൾ ഏത് സ്കൂളിലാണോ +1ൻ്റെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. ലക്ഷദ്വീപ്, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ അപേക്ഷാ ഫീസ് ഡിമാൻഡിംഗ് ഡ്രാഫ്റ്റ്, അതായത് ഡ്രോൺ ഇൻ ഫേവർ ഓഫ് ജോയിൻറ്റ് ഡയറക്ടർ എക്സാമിനേഷൻ ഹയർ സെക്കൻഡറി വിംഗ്, ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ, തിരുവനന്തപുരം മുഖാന്തരം അതത് സ്കൂൾ പ്രിൻസിപ്പാൾമാർ മേൽപ്പറഞ്ഞ തീയതികളിൽ സമർപ്പിക്കണം. അതുപോലെ ഗവൺമെൻറ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളാണെങ്കിൽ, അതായത് നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് നിങ്ങളുടെ സ്കൂളിലാണ്. അതുപോലെ തന്നെ എന്നാൽ അൺഎയ്ഡഡ്
ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പുനർമൂല്യനിർണ്ണയം, ഫോട്ടോ കോപ്പി, സൂക്ഷ്മ പരിശോധന എന്നിവയ്ക്കായിട്ട് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളുടെ ഫീസ് മേൽപ്പറഞ്ഞ തീയതിക്കുള്ളിൽ ട്രഷറികളിൽ ഒടുക്കേണ്ടതാണ്. റീഫണ്ടിന് അർഹരായിട്ടുള്ള അൺഎയ്ഡഡ് സ്കൂളുകൾ വിദ്യാർത്ഥികളുടെ അപേക്ഷ, ചലാൻ, അതുപോലെ തന്നെ ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ പകർപ്പ് സഹിതം അതത് പ്രിൻസിപ്പാൾമാർ മുഖേന ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിലേക്ക് അയച്ചു നൽകേണ്ടതാണ്. റീഫണ്ടിന് അർഹരായിട്ടുള്ള അൺഎയ്ഡഡ് സ്കൂൾ വിദ്യാർത്ഥികളുടെ ഈ ചലാനായിട്ട് ഫീസ് അടച്ചവർ ഈ ട്രഷറി മുഖാന്തരം റീഫണ്ട് റിക്വസ്റ്റ് സമർപ്പിച്ച ശേഷം അനുബന്ധ രേഖകൾ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷാ ഫോറങ്ങൾ അതത് സ്കൂളുകളിലും ഡിപ്പാർട്ട്മെൻറ്റൽ പോർട്ടലിലും ലഭിക്കുന്നതായിരിക്കും. പ്രസ്തുത വിവരങ്ങൾ പ്രിൻസിപ്പാൾമാർ 13/6/2025 തീയതിക്കുള്ളിൽ IExam മുഖേനയുള്ള ലിങ്കിലൂടെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. യാതൊരു കാരണവശാലും അപേക്ഷകൾ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിലേക്ക് നേരിട്ട് സ്വീകരിക്കുന്നതല്ല. റീവാലുവേഷൻ ഫീസ് 500 രൂപയാണ്. സൂക്ഷ്മ പരിശോധനയ്ക്ക് 100 രൂപയാണ്. ഫോട്ടോ കോപ്പിക്ക് 300 രൂപയാണ്. നിങ്ങൾക്ക് റീവാലുവേഷൻ അപേക്ഷിച്ചാൽ മാർക്ക് കൂടുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.